വാക്യങ്ങൾ 5 മുതൽ 7 വരെ. 2 Peter chapter 1 verses 5 to 7. അതുനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. Now for this very reason also, applying all diligence, in your faith supply moral excellence, and in your moral excellence knowledge, and in your knowledge self-control, and in your self-control perseverance, and in your perseverance godliness, and in your godliness brotherly kindness, and in your brotherly kindness love. മതി. ചില സഹോദരങ്ങളൊക്കെ ആ വാക്യങ്ങളോട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്ന് എന്നോട് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം തന്നെ ഈ ആഴ്ച എടുത്തത്. A few of the brothers asked me, can you please explain all of those verses? That's the reason I took the same portion. നമ്മുടെ ചർച്ചയിൽ നിന്നും ചോദിച്ചു, പുറത്തുനിന്നും എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഈ സൺഡേ പറയാമെന്ന് പറഞ്ഞു. I received that request not only from inside the church but outside too. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ ആ ഔട്ട്ലൈൻ ഓർക്കുന്നുണ്ടായിരിക്കും. ആദ്യത്തെ 5 വാക്യങ്ങൾ ദൈവം നമുക്ക് നൽകിയേക്കുന്ന 5 റിസോഴ്സസ് ആയിരുന്നു ഞാൻ പറഞ്ഞത്. ആദ്യത്തെ 4 വാക്യങ്ങൾ. First 4 verses we meditated last week. 4 resources God provided to each one of us. 5 മുതൽ 7 വരെയുള്ള വാക്യത്തിനകത്ത് 7 virtues of Christianity, ദൈവമക്കളിൽ ഉണ്ടാകേണ്ട 7 virtues ആണുള്ളത്. 5 through 7 we saw that 7 virtues each Christian should have. 8 മുതൽ 11 വരെ പ്രധാനമായിട്ടും ഒരു റിവാർഡാണ് അബണ്ടൻസ് എൻട്രൻസ് ടു ദ ഇറ്റേണിറ്റി എന്നുള്ള ഒരു പ്രധാന റിവാർഡാണ് അതിനകത്തെ പ്രധാന വിഷയം. From verses 8 through 11 we are seeing an abundance entrance. That is the greatest reward. ഞാൻ ഇന്ന് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, അത് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണെങ്കിലും അധികം എക്സ്പ്ലെയിൻ ചെയ്യാതെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾക്കകത്തെ ആ 7 വെർച്യൂസ് അല്പാൽപ്പം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഗോഡ്ലിനെസ് എന്ന കാര്യത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. I am going to explain that 7 virtues from 5 through 7 verses, and then I am going to explain godliness from those virtues. 5 റിസോഴ്സസ് ദൈവം നമുക്ക് നൽകിയിട്ടാണ് 7 വെർച്യൂസിലുള്ള നമ്മുടെ വളർച്ചയെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. 5 resources God provided us, and then God is asking the responsibilities of 7 virtues which He is requesting from each one of us. നിങ്ങൾ ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. നിങ്ങൾക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. And I would like to introduce certain things so that it will be beneficial when you read through the Bible. 3 നിലയിലാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന പ്രസംഗങ്ങൾ. 3 നിലയിലുള്ള പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. Currently we are listening to a lot of messages, but they are of 3 types. ഒന്നാമത്തേത് എക്സജിസ്റ്റിക്കൽ അല്ലെങ്കിൽ എക്സജിറ്റിക്കൽ സെർമൺസ് എന്ന് പറയും. First type of messages are exegetical messages. ഇത് മറന്നു പോകരുത്. രണ്ടാമത്തേത് ഐസിജിസിസ് എന്ന് പറയും. ഐസിജിസിസ്. The second thing is eisegesis, that type of message. മൂന്നാമത്തേത് നാർസിജിസിസ് എന്ന് പറയും. Third thing is the narcissism. ഇത് ഈ ടേം ഒന്ന് ഓർക്കണമെങ്കിൽ ഞാൻ അതിന്റെ അർത്ഥം അങ്ങ് പറഞ്ഞു തരാം. എക്സജിസിസ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ വേഴ്സ് എന്നാണ് അതിന്റെ അർത്ഥം. Exegesis, the first thing is explained verse by verse. ഐസിജിസിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ കുറച്ച് ഐഡിയ ഉണ്ട്, അത് ഞാൻ ഈ വാക്യത്തിനകത്തേക്ക് ഫിറ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ പറയും. അതാണ് ഐസിജിസിസ് എന്ന് പറയുന്നത്. Eisegesis is I have certain ideas when I go through the verses, and then I incorporate my ideas into the verses. നാർസിജിസിസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള വാക്യമെല്ലാം എടുത്തിട്ട് പറയും, അതെല്ലാം എനിക്ക് വേണ്ടിയുള്ളതാന്ന് പറയും. Narcissism is taking every scriptures according to my own desire and spreading around that messages with those verses, selected verses. ഇനി പ്ലെയിൻ ആയിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഏതാ? നിങ്ങളങ്ങ് പറഞ്ഞു. Just think through what type of messages currently we are hearing more often. എന്നാൽ ഇതിനകത്ത് ഒരെണ്ണമേ ട്രൂത്ത് ആയിട്ടുള്ളൂ. ആദ്യത്തേത് മാത്രം. വാക്യങ്ങൾ എടുക്കുക, അതിൻ്റെ അർത്ഥം പറയുക, അതെൻ്റെ ജീവിതത്തോട് ചേർക്കുക, അതിനകത്തെ നന്മകൾ കർത്താവിൽ നിന്ന് നേടുക അല്ലെങ്കിൽ ലഭിക്കുക, വിശുദ്ധിയാണെങ്കിൽ വിശുദ്ധി പ്രാപിക്കുക, ഹോളിനെസ് ആണെങ്കിൽ ഹോളിനെസ് പ്രാപിക്കുക, ഗോഡ്ലെസ് ദൈവ ഭയമാണെങ്കിൽ അങ്ങനെ ജീവിക്കുക. വാസ്തവത്തിൽ ദൈവാത്മാവ് ഉദ്ദേശിക്കുന്ന അർത്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ വാക്യങ്ങളുടെ അർത്ഥം നമ്മുടെ ഹൃദയത്തിൽ ഗ്രഹിക്കണം.
Amen. Amongst these three categories, exegesis type of messages, ആ ടേം ഒന്നും വേണ്ട, നിങ്ങൾ that is the main thing we need to pay much attention to, and we need to apply that type of messages to our life. ഇവിടെ റിസോഴ്സസ് തന്നിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ പറയാൻ പോവുക. റിസോഴ്സസ് തന്നിട്ട് യാതൊരു എക്സ്ക്യൂസും ഇല്ലാത്ത നിലയിൽ 7 ക്യാരക്ടറിൽ ദൈവസഭയിലെ ഓരോ അംഗങ്ങളും വളർച്ച പ്രാപിക്കണം എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. We can see here Holy Spirit is exhorting us the responsibilities by providing rich and magnificent promises. നിങ്ങൾ അവിടെ 7-ാം വാക്യത്തിനകത്ത് ഒരു പ്രയോഗം കണ്ടോ, കൂട്ടിക്കൊള്ളുക എന്നൊരു പ്രയോഗമുണ്ട്, കൂട്ടിക്കൊള്ളുക. And we can see here in these verses we have to add these virtues. എന്നിട്ട് വിശ്വാസത്തോടെ എന്ത് കൂട്ടണം, വീര്യത്തോടെ എന്ത് കൂട്ടണം, പരിജ്ഞാനത്തോടെ എന്ത് കൂട്ടണം, ഇന്ദ്രിയജയത്തോടെ എന്ത് കൂട്ടണം, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്, ലാവിഷായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് റിസോഴ്സസ് തന്നിട്ട് ദൈവം സകല ദൈവമക്കളെ ഏൽപ്പിച്ചേക്കുന്ന 7 കാര്യങ്ങളാണ് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾക്കകത്ത്. After providing such huge and magnificent promises, God is requesting each one of us the responsibilities, that 7 virtues each Christian should have. 2 കൊരിന്ത്യർ 6:1 വളരെ വേദനയോടെ അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വൃഥാവാക്കി കളയരുത്. We can see in 2 Corinthians chapter 6 verse 1, Apostle Paul was exhorting the Corinthians, you should not, I urge you not to receive the grace of God in vain. കേട്ടോ, ദൈവത്തിന്റെ കൃപ ഈ നിലയിലുള്ള ആത്മീയ വളർച്ചയ്ക്കായിട്ട് തമ്പുരാൻ നൽകിയിരിക്കുകയാണ്. അതിനെ പോള് പ്രബോധിപ്പിച്ച് കൊരിന്ത്യരോട് പറയുകയാണ്, ഇതിനെ നിങ്ങൾ വൃഥാവാക്കി കളയരുത്. ഈ സഭയോടും പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, തിരുവെഴുത്തിന്റെ ആ സത്യങ്ങൾ കേട്ടിട്ടും ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ നമ്മൾ ദൈവകൃപ വൃഥാവാക്കുകയാണ്. And also to our church also, Holy Spirit is exhorting us that after we hear a lot of exhortations and messages to increase a Christian virtue, still if we are not receiving, then we are making the grace of God in vain. ഈ ഗലേഷ്യൻസിനകത്ത്, ഗലാത്യലേഖനത്തിനകത്ത് ഒരു കൗണ്ടർ ഗോസ്പൽ ആ സഭയിൽ വരുന്നുണ്ട്. പോൾ ഏറ്റവും അവസാനം ഇവരോട് പറയുന്നത് എന്താണെന്നറിയാമോ, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഗലാത്യലേഖനം 5:4 വാക്യം. ഒരു കൗണ്ടർ ഗോസ്പലോടെ വന്നിട്ട് അവർ മറ്റൊരു നിലയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് പോൾ പറയുന്നത്, നിങ്ങളെ ഇത്ര വേഗം ശുദ്രം ചെയ്ത് മയക്കിയത് ആരെന്നൊക്കെ 3:1 ചോദിക്കുന്നില്ലേ, ഇത്ര വേഗം ശുദ്രം ചെയ്ത് മയക്കിയത് ആര്? And Paul was asking, in Galatian church there was another faith came in, a counter gospel. A counter gospel came in, and he was asking very sadly how you have fallen from that richness of the grace. കൃപയിൽ നിന്ന് വീണുപോയി. They fall from the grace. 3:1 എന്താ വായിക്കുന്നത്? ഗലേഷ്യൻസ് 3:1, നിങ്ങളെ ശുദ്രം ചെയ്ത് എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു സഭയെ ദൈവാത്മാവിനാൽ വളർത്തിക്കൊണ്ട് വന്നപ്പോൾ അപ്പോസ്തലൻ മാറിയ സമയത്ത് തന്നെ ആരോ ചില ആളുകൾ അവിടെ വന്നിട്ട് അവരെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു. പോൾ വേദനയോട് ചോദിക്കുക, ആരാ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയേ? After Paul preached to the Galatians and built a strong church in there, when he left from that place, a group of another gospel came inside the church, and so with pain Paul was asking, who, you foolish Galatians, who has bewitched you, before whose eyes Jesus Christ was publicly portrayed as crucified? എന്നെ ഒന്ന് നോക്കിക്കുക എല്ലാവരും. ഈ നമ്മളെ ഒരാൾ മയക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രശ്നം എന്നാ അറിയോ, പിന്നെ നമുക്ക് റീസണിങ് ഇല്ലെന്നുള്ളതാ. ശരിയാണോ? When we are induced or when we are introduced, bewitched by someone else, then our thoughts will be fallen asleep. നമുക്ക് പിന്നെ ചിന്തിക്കാൻ പറ്റിയല്ലോ ഒരു കാര്യം. Then we won't think in our own logic when other people are imprinting something in us. ഈ ഫോൾസ് ടീച്ചേഴ്സിന്റെ ഏറ്റവും വലിയ നമ്പർ എന്നാണെന്നറിയാമോ? Do you know what the false teachers do? അവര് നമ്മളെ പറഞ്ഞങ്ങ് പേടിപ്പിച്ച് കളയും. എന്നിട്ട് അങ്ങനെ പേടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ തിരിച്ച് ചിന്തിക്കല. These false teachers will make us to be afraid by teaching certain things. Then we don't think counter to that thought. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഉള്ള എല്ലാവരോടും ഞാൻ പറയാം,
ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ റീസണബിൾ ആയിരിക്കണം, റീസണിങ് ഉള്ളവരായിരിക്കണം നമ്മൾ. മനസ്സിലാകുന്നോ? ഇത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ചു നോക്കണം. So today I encourage you all to reason out when you hear a message whether that is based on the truth of the gospel. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 5 റിസോഴ്സസ് തന്നിട്ട് ഈ ഫറവോന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഫറവോൻ പറഞ്ഞത് മെറ്റീരിയൽ തരികയില്ല, പ്രോഡക്റ്റ് കുറയ്ക്കാനും പറ്റുകയില്ല, അങ്ങനല്ലേ പറഞ്ഞേ? Pharaoh's strategy was he won't provide the resources, but he needs the output as he was expecting with the resource. എന്താ പറയുക? റിസോഴ്സസ് തരത്തില്ല. Yeah, I won't provide you the resource, but I am expecting the output. in the same way. പ്രോഡക്റ്റിന് ഒരു കുറവും പറ്റിയല്ല. The output should be the same even though there is a lack of resources. പക്ഷെ ഹോളി സ്പിരിറ്റ് അങ്ങനല്ല. But Holy Spirit is not like that. റിസോഴ്സസ് അവൈലബിൾ ആയിട്ട് എല്ലാവർക്കും ഒരുപോലെ തരികയാണ്, പക്ഷെ പ്രോഡക്റ്റ് കുറയ്ക്കാൻ പറ്റിയല്ല. Holy Spirit is വ്യത്യാസം equally മനസ്സിലാവുന്നോ? distributing the virtues equally to everyone, so that he is expecting the responsibility also equally from everyone. അതുകൊണ്ട് എൻ്റെ പൊന്നെ, ഞാൻ ഇങ്ങനെ അങ്ങ് ചില അയ്യോഭാവങ്ങളുണ്ടല്ലോ, അത് പറ്റിയല്ല സ്പിരിച്വാലിറ്റിയിൽ. In spirituality, we cannot escape. നമുക്ക് എല്ലാവർക്കും റിസോഴ്സ് ഉണ്ട്. We all are provided with great resources. ആത്മീയമായിട്ട് വളരുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അവനവൻ തന്നെയാണ്. If we are not growing spiritually, the responsibility is individual. എല്ലാവർക്കും ഒരുപോലെ ഫെയ്ത്ത് ഉണ്ട്, പ്രോമിസ് ഉണ്ട്, ഹോളി സ്പിരിറ്റിന്റെ ശക്തിയുണ്ട്, എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷേ വളരുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അവനവൻ തന്നെയാണ്. Everyone is provided the faith and the rich supply of grace, but if one person is not growing, that problem is individual. അല്പം കൂടെ ചേർത്ത് പറഞ്ഞാൽ, അധികം കിട്ടിയവനോട് അധികം ചോദിക്കും. ഐപിക്കോസുകാരോട് ചോദിക്കാതിരിക്കുന്ന പരിപാടിയില്ല. And I would like to say, if we are received more, we will be asked more. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു വാചകം കൂടെ ആവർത്തിക്കുക, ലെറ്റ് ഗോ ലെറ്റ് ഗോഡ്. ആ പോളിസി ക്രിസ്ത്യാനിറ്റിക്കില്ല. So there is no way, let go, let God. Yeah. There is no thing in ഞാൻ Christianity. അത് ഞാൻ പിന്നാലെ പറഞ്ഞുതരാം. നോക്കൂ, ഇനി നമുക്ക് 7 വെർച്യൂസിനെ നോക്കാം. അത് നമ്മൾ വളർത്തുന്നുണ്ടോ, നമ്മൾ സ്പിരിച്വൽ ആണെന്ന് പറയുന്നത് മാത്രമേ ഉള്ളോ, അതോ ഈ വെർച്യൂസ് വളരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. Let us examine ourselves whether these virtues are growing in each one of us. 5-ാം വാക്യം നോക്കിയേ. Verse 5. ഇങ്ങനെ എങ്ങനെങ്കിലും അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞാൽ പറ്റിയല്ല. സകല ഉത്സാഹവും കഴിച്ച്. Applying all diligence. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ആത്മീയമായിട്ട് വളരാൻ എന്തെല്ലാം മാർഗമുണ്ടോ അതെല്ലാം ചെയ്യണം. If we need to grow spiritually, whatever things we can do, we need to do all those things with diligence. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊക്കെ ചെയ്യാൻ പറ്റും? What can we do? പ്രാർത്ഥിക്കാം, We can pray. ബൈബിൾ വായിക്കാം, We can read the scripture. ഫെലോഷിപ്പിന് പോകാം, We can have fellowship. ആത്മീയ കൂട്ടായ്മകളിൽ മുടങ്ങാതെ പങ്കെടുക്കാം. We can participate in all gatherings അത് without തന്നെയാ missing പീറ്റർ anything. പറയുന്നേ, ഒരുവൻ ആത്മീയമായിട്ട് വളരാൻ എന്തെല്ലാം ചെയ്യണമോ അതിനായിട്ട് സകല ഉത്സാഹവും കഴിക്കാം. In order to grow in spiritual, Peter is exhorting that we need to apply all diligence to grow spiritually. ഒരു ചോദ്യം ചോദിച്ചു മുന്നോട്ട് പോവാം. വെരി പ്രാക്ടിക്കൽ സർമണാ. Let me ask you a question. എത്ര പേര് കഴിഞ്ഞ ഒരാഴ്ച ആത്മീയമായിട്ട് വളരാനായിട്ടുള്ള ഉത്സാഹം കഴിച്ചു? How many persons amongst us showed a diligence to grow in their spiritual life in this last week? പിന്നെ ആ ഒരു സങ്കടം, ആ ഒരു ശോകമൂകതയാണല്ലോ മുഖത്തെല്ലാം. ഈ നമ്മൾ ഏറ്റവും കൂടിയ സ്പിരിച്വൽ അല്ലേ? ഏറ്റവും ടോപ്പ് ആളുകളാണെന്നല്ലേ നമ്മൾ പറയുന്നേ? We are എത്രമാത്രം ആത്മീയമായിട്ട് വളരാൻ ഉത്സാഹം എന്നല്ല, സകല ഉത്സാഹവും കഴിച്ചു. How many of us applied all diligence to grow spiritually last week? നമ്മുടെ അകത്തെ മനുഷ്യനോട് തന്നെ ചോദിച്ചു നോക്കിയേ, എത്രമാത്രം എഫർട്ട് ആത്മീയ കാര്യത്തിന് എടുക്കുന്നുണ്ട്? നമ്മുടെ പ്രാർത്ഥന എത്രമാത്രം ഇൻറ്റിമേറ്റ് ബന്ധത്തിൽ നിന്നാണ്? നമ്മുടെ ആത്മീയത, നമ്മുടെ പാട്ട്, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വചനധ്യാനമെല്ലാം എത്രമാത്രം കർത്താവിനോട് ബന്ധമുണ്ട്? Let us, each one of us, examine how much more when we pray or when we read or when we do something, is that everything out of the love of Jesus Christ?
ഇനിയും ഒന്നാമത്തെ നോക്കാം, ശ്രദ്ധിച്ച് കേട്ടണം. വിശ്വാസത്തോട്, വിശ്വാസം കർത്താവ് തന്നാണ് അല്ലേ, എല്ലാവർക്കും തന്നാണ് വിശ്വാസം. Faith is supplied by God. പക്ഷെ അടുത്ത എന്താണെന്നറിയാമോ, വിശ്വാസത്തോട് വീര്യം. We have to add to your faith supply moral excellence. ആ മോറൽ എക്സലൻസ് എന്ന് പറഞ്ഞാൽ അല്പം കൂടെ സിമ്പിളാക്കി പറഞ്ഞാൽ ആ വിശ്വാസം വളരുന്നുണ്ടോ? Is that our faith growing? ഈ മലയാളത്തിൽ ഒരു ചൊല്ലി പറയും, നട്ടപ്പോൾ ഒരു കൊട്ട പറിച്ച് എന്ന് പറഞ്ഞാൽ അന്നത്തെ വിശ്വാസി തന്നെ ഒരു വ്യത്യാസമില്ല, ഒരു വളർച്ചയില്ല, ഒരു വീര്യം പോയിട്ടുള്ളത് തണുത്തതേ ഉള്ളൂ അല്ലേ? സത്യമാണ് ഞാൻ പറയുന്ന കാര്യം. Are we increased in our faith, or are we staying the same, or are we getting colder? അന്നേരം ഇങ്ങനെ പറയാം, വിശ്വാസത്തോട് വീര്യം കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജോലി എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നില്ലേ? ശരിയാന്ന് ഞാൻ പറയുന്ന കാര്യം. When we go to a physical എങ്ങനെ world, ജോലി പോകാതിരിക്കാം, അതിനുവേണ്ടി ഏതെല്ലാം സർട്ടിഫിക്കറ്റ് എടുക്കാം അത് മൊത്തം നമ്മൾ എടുക്കും, റൈറ്റ്? when we do in the physical world, we actually, when we work for a company, we usually tend to increase our certification in order to grow there and to get some promotions. ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ്സിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആളുകളുടെ പുസ്തകം മുഴുവൻ മേടിച്ച് നോക്കും. എങ്ങനെയാണ് പുള്ളി വളർന്നത്, എവിടെല്ലാം മോട്ടിവേഷൻ സ്പീക്കിംഗ് കേൾക്കാം അത് മുഴുവൻ കേൾക്കും. ആത്മീയത്തിലോ? If we are in a business world, we usually tend to buy all the books and to read how I can grow in business and what is the strategy I need to apply in order to increase in business. But what is the condition in our spiritual life? നമുക്ക് ലഭിച്ച വിശ്വാസത്തിൽ നമ്മൾ വളരണം എന്നതാണ് ഒന്നാമത്തെ വിർച്യു. First virtue is we need to increase in our faith. എനിക്ക് അങ്ങനെ പറഞ്ഞാൽ 7 കാര്യം പറയാൻ കിട്ടത്തില്ല. ഓരോ ചോദ്യം നമ്മളോട് ചോദിച്ചോണം, എത്രമാത്രം നമ്മൾ വളരുന്നുണ്ടെന്നുള്ള കാര്യം. We need to ask to each virtues how much we are growing in these areas. ഇനി നോക്കിയേ, വീര്യം കൊണ്ട് തീരുന്നില്ല. രണ്ടാമത്തെ വിർച്യു, വീര്യത്തോട് പരിജ്ഞാനം. Moral excellence, we need to add knowledge. എന്താ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ? What is knowledge? പ്രാക്ടിക്കൽ നോളജ് എന്നതിൻ്റെ അർത്ഥം. The meaning is practical knowledge. നമ്മള് വീര്യം വിശ്വാസത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അണ്ടർസ്റ്റാൻഡിങ്ങിൽ വർധന വരും. When we add moral excellence to our faith, then our understanding will also grow. ഈ പരിജ്ഞാനത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണെന്നറിയാമോ? ദൈവമക്കൾ കർത്താവ് കാര്യങ്ങളെ കാണുന്ന പോലെ കാണുക. When you increase your knowledge means we can see with the lens of God. പീറ്റർ അന്നത്തെ ദൈവമക്കൾക്ക് എഴുതുക, വിശ്വാസത്തോട് എക്സലൻസ് ആക്കണം, അവിടെ കൊണ്ടും തീരരുത്, ഒരു ഫുൾ നോളജ്, പ്രാക്ടിക്കൽ നോളജ്, കർത്താവ് കാര്യങ്ങളെ കാണുന്ന പോലെ കാണാനുള്ള നോളജ്. Peter was exhorting the believers there, when you received that big and rich faith supply, you need to add to that the moral excellence. And then you should not stop there. You need to add knowledge to that moral excellence. Then you will be able to see how God views certain things. ഈ പരിജ്ഞാനത്തിന് ഒരാൾ ഇന്റർപ്രറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? വളരുന്ന ജ്ഞാനമെന്നാ. Knowledge means increasing wisdom. ഇനിയും അത് ഞാനങ്ങ് വിടുക. വിശ്വാസം പോരാ, വീര്യം വേണം. ഓരോ ദിവസം കഴിയും തോറും ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനത്തിൽ വളർച്ച വേണം. Not only faith supply, but we need to grow in moral excellence. When after that, we need to grow in the knowledge of God. ഇനി ഞാൻ കേട്ടെ, പെട്ടെന്ന് 1-2 കാര്യം പറയാം. പരിജ്ഞാനം എന്ന് പറഞ്ഞാലേ എത്രമാത്രം ദൈവത്തെ നമുക്കറിയാം എന്നുള്ളതാണ്. Knowledge means how much we know the personal Savior, our God. ഈ എങ്ങനെ ദൈവത്തെ അറിയാവുന്നേ? How can we know our God? ദൈവത്തിന്റെ സ്വഭാവം ഈ പുസ്തകത്തിനകത്തുണ്ട്. അത് മുഴുവൻ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയുന്നത്. മനസ്സിലാവുന്നോ? His characteristics or virtues are fully represented completely in the book of Bible. When you read through the Bible, you know the character of knowledge of God will increase. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തെ അറിയാൻ പോയാൽ ചിലപ്പോൾ ശരിയാകുകയില്ല. ഞാൻ പറയുന്നത് ശരിയാണോ? If you try to know God based on certain experiences, you will not get a complete picture of God. ചിലർക്ക് ക്യാൻസർ വന്ന് ദൈവമക്കൾക്ക് പെട്ടെന്ന് സൗഖ്യമായി. Certain people, when they got up with cancer, a disease, if they got healed right away. എന്നാൽ ചില ദൈവമക്കൾക്ക് ക്യാൻസർ വന്നു പെട്ടെന്ന് മരിച്ചുപോയി. ശരിയാണോ? Certain other children of God, they were also caught up with the same sickness of cancer and they died.
ചില ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് 100 വയസ്സ് വരെ ജീവിച്ചിട്ട് വന്നിട്ടില്ല. ചില ആളുകൾക്ക് 30ാമത്തെ വയസ്സ് ഹാർട്ട് അറ്റാക്ക് എന്ത് ചെയ്തു? Certain men of God, they are really strong men of God, but they passed away from this earth by a sudden heart attack at the age of 30. But certain other people are living. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തെ ഡിഫൈൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും? We cannot define a God based off of our experiences. നമ്മുടെ അനുഭവം എന്തു ആകട്ടെ, ഗോഡ് ഈസ് ഗുഡ് ഓൾവേസ്. Amen. No മനസ്സിലാവുന്നോ? matter what the experiences of each one of us, God is good all the time. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വളരെ ക്രൈസിസിലൂടെ പോയ ഒരു ഫാമിലിയെ കണ്ടു. ഞാനിങ്ങനെ അടുത്തിരിക്കുകയാണ് അവരുടെ. Last week, I got a chance to see a family. They are undergoing a severe trial. വളരെ പ്രയാസത്തിലൂടെ അവർ കരയുകയായിരുന്നു. That family was undergoing through severe difficulties. ആ വേദന സഹിക്കാൻ കഴിയാതിരുന്നപ്പം ഒരാൾ മറ്റേ ആളോട് സ്പൗസ് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും, ഗോഡ് ഈസ് ഗുഡ്. അന്നേരം കരഞ്ഞുകൊണ്ടിരുന്ന ആൾ പറയുക ഓൾവേസ് എന്ന്. ഞാൻ കേട്ടോണ്ടിരിക്കുക. Hallelujah. That family was undergoing severe trials. At that time, one of the spouses was talking to the other, God is good. And the spouse was replying all the time. വീണ്ടും വേദന കൂടിയപ്പം ആ മറ്റേ ആള് ആ വേദനിക്കുന്ന ആളോട് പറയാ ഗോഡ് ഈസ് ഗുഡ്. അന്നേരം വേദനിച്ചുകൊണ്ടിരുന്ന ആൾ എൻ്റെ കേൾക്ക പറയാ ഓൾവേസ്. Amen. Again, that spouses were comforting each other by saying this, God is good all the time. ഇത് വേറെ എങ്ങും നടന്ന കാര്യമല്ല, ഈ സിറ്റിയിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. I am not explaining this current situation happened nowhere else, but this is happened last week in the city of Seattle. സാഹചര്യം എന്നറിയാമോ? Do you know what അവര് situation? ദൈവത്തെ കണ്ടത് അവരുടെ രോഗത്തിന്റെ വെളിച്ചത്തിലല്ല, അവര് ദൈവത്തെ മനസ്സിലാക്കിയത് തിരുവെഴുത്തിന്റെ വെളിച്ചത്തിലാണ്. Hallelujah. Do you know അതിന്റെ പേരാണ് grow in the knowledge of God. Hallelujah. Do you know why they are not afraid in that severe situation? Because they didn't view God based off of their experience, but they view God who He is exactly. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ദൈവവചനത്തിന് പറയാനായിട്ടുള്ളത്, വിശ്വാസത്തോട് വീര്യം കൂട്ടണം, വീര്യത്തോട് പരിജ്ഞാനം കൂട്ടണം. To every one of us, God is speaking that in order to increase our faith supply, we need to be increased in moral excellence, and we need to add to moral excellence knowledge. ഇനി നിങ്ങൾ ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് എല്ലാ പ്രാർത്ഥനയും എടുക്കണം. പോള് പ്രാർത്ഥിച്ചേ ഒരു വാക്ക് അതിനകത്തുണ്ട്, ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനത്തിൽ വളരേണ്ടതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. In New Testament, we can see wherever Paul was praying, Paul always mentioned this word. We need to be increased in the knowledge of God. അതുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ പറയാം, നോയിങ് ഗോഡ് അല്ലേ? Let us tell ourselves that we need to know God and increase. നോയിങ് ഗോഡ്, ദൈവത്തെ അറിയുക, ദൈവത്തെ അറിയുക. അതിമനോഹരമായൊരു വാക്യമുണ്ട്, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. Those who know God, they will stand firm and do good, and they will excel. വീര്യത്തോട് പരിജ്ഞാനം, മൂന്നാമത്തേത് പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം. And in your knowledge, we need to add self-control. ടെമ്പറൻസ് ഓർ സെൽഫ് കൺട്രോൾ. Temperance or self-control. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം വളർന്നു കഴിയുമ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റും. അതാണ് അതിന്റെ അർത്ഥം. When I received a true knowledge of God, then I will be able to control myself. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം വർദ്ധിക്കുന്നില്ല, വിശ്വാസത്തോട് വീര്യം കൂടുന്നില്ല. ഈ പാറ്റേൺ ഒരുപോലെ വന്നാൽ, വിശ്വാസം എക്സലന്റ് ആയാൽ, ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം അനുദിനം വളർന്നാൽ, എനിക്ക് എന്നെ തന്നെ ഹോൾഡിംഗ് വൺ സെൽഫ് ഇൻ ആക്കാനായിട്ട് പറ്റും. Do you know why we usually lose our self-control? Because we are not having the exact knowledge of God. If you add to your faith supply moral excellence, then your knowledge will increase, and then you will be able to self-control. ഇതല്ലാതെ ഒരു ദിവസം സെൽഫ് കൺട്രോൾ ഉണ്ടാകില്ല. Other than that, you cannot get self-control ദൈവത്തെ overnight. അറിഞ്ഞു കഴിയുമ്പോൾ, വിശ്വാസം എക്സലന്റ് ആകുമ്പോൾ, എനിക്ക് എന്നെ തന്നെ ഹോൾഡ് ചെയ്യാനായിട്ട് കഴിയും. അതാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യൻസ് ആർ ടു കൺട്രോൾ their flesh, their passions and their worldly desires rather than allowing themselves to be controlled by them. Amen. Hallelujah. Hallelujah. സ്തോത്രം. Hallelujah. Praise you, Lord. രണ്ട് വാക്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഈ സെൽഫ് കൺട്രോളിനെ പറ്റി വളരെ സ്ട്രോങ് ആണ്. പ്രോവർബ് 16:32 ഒന്ന് നോക്കിയേ. പ്രോവർബ് 16:32. Amen. Hallelujah. സദൃശ്യവാക്യങ്ങൾ 16:32. Hallelujah. സ്തോത്രം സ്തോത്രം. ഒന്ന് നോക്കിയ വാക്യം. Amen. സ്തോത്രം സ്തോത്രം. ജിതമാനസൻ
ശ്രേഷ്ഠൻ. He who is slow to anger is better than the mighty, and he who rules his spirit than he who captures a city. എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ അവനവനെ നിയന്ത്രിക്കുന്നവൻ പട്ടണം പിടിക്കുന്നതിനെക്കാട്ടും വലിയവനാണ്. ശ്രേഷ്ഠൻ. Hallelujah. ഞാനിത് ഇങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തത് അതിൻ്റെ അർത്ഥം നോക്കി എഴുതുമായിരുന്നു. Hallelujah. ഞാൻ എൻ്റെ ബുക്കിൽ തന്നെ എഴുതിയ കാര്യം എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കാം. പട്ടണം പിടിക്കുന്നതിലും വലിയ കാര്യം നമ്മളെ തന്നെ പിടിക്കുന്നതാണെന്ന് ഞാൻ എൻ്റെ നോട്ടിൽ എഴുതിയതാ. ശരിയാണോ ഞാൻ പറഞ്ഞ കാര്യം? Amen. It is mightier to capture ourselves than to capture a city. സിറ്റി പിടിക്കാൻ എളുപ്പാ, It is quite easy to capture a city, നമ്മളെ പിടിക്കാനാണ് പാട്. but it is very difficult to control ourselves. പക്ഷെ ആ പാറ്റേൺ പോകുന്ന കണ്ടോ? ആ വെർച്യൂസ്, But do you ഫെയ്ത്ത്, see? എക്സലൻസിലേക്ക് പോകണം, Hallelujah. അവിടുന്ന് പരിജ്ഞാനത്തിലേക്ക് പോകണം. എന്നാൽ മാത്രമേ ഈ നിലയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. We can see the clear pattern. From the faith supply, we need to add moral excellence. From that moral excellence only, we can add knowledge of God. And then only we are able to self-control. ഇനി ഇന്ദ്രിയത്തോടെ തന്നെ വേണം, സ്ഥിരത വേണം. Then for our self-control, we need to add perseverance. എന്ന് പറഞ്ഞാൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മാത്രം എനിക്ക് ഭയങ്കര നിയന്ത്രണമാണ്, എൻ്റെ കണ്ണിനെ സൂക്ഷിക്കും, നാവിനെ സൂക്ഷിക്കും, ചെവിയെ സൂക്ഷിക്കും. നോ നോ നോ, ഓൾവേസ് We need to persevere, or we need to control our organs, not only while we are fasting, but always we need to have a എന്ന് പറഞ്ഞാലേ self-control. എന്നെ തന്നെ എല്ലാ കാര്യത്തിലും നിയന്ത്രിക്കാൻ ഒരു കൺസിസ്റ്റൻസി വേണം. അത് ഈ പാറ്റേണിലേ പറ്റുള്ളൂ. A consistent pattern. In order to achieve, to have a self-control with consistency, we need to apply this pattern to our life. കർത്താവ് നമുക്ക് ട്രയൽസ് തരുന്നത് എന്തിനാണെന്നറിയാമോ? Amen. Hallelujah. നമ്മളെ എൻഡുറൻസ് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നോ? പേഷ്യൻസ് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. Amen. Hallelujah. Trials are being given to each one of us in order to teach each one of us endurance. ഇനി ആ സ്ഥിരത വന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ കൺട്രോൾ ചെയ്യുന്നു, വിശ്വാസം വർദ്ധിക്കുന്നു, പരിജ്ഞാനം കൂടുന്നു. അടുത്ത ക്രിസ്ത്യൻ വെർച്യു എന്നാണെന്നറിയാമോ? ഗോഡ്ലിനെസ്. After we increase perseverance, the next virtue is added is godliness. അല്പം കാര്യം അവിടുന്ന് പറയാൻ പോവാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ കാര്യം. I am going to explain a few things about godliness, and it has a strong practical application. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗോസ്പൽസ്, എല്ലാവർക്കും അറിയാമല്ലോ അതിനകത്തെ സ്റ്റോറികളെല്ലാം. We all are very familiar with almost all the stories of the four gospels. കർത്താവ് ഭൂമിയിലായിരുന്നപ്പം ഏറ്റവും ഹാർഡായിട്ട് ഇടപെട്ട ആരോടെന്നറിയാമോ? Do you know, while Jesus was on this earth, whom did he behave very hardly? എന്ന് പറഞ്ഞാൽ woe unto you, you fraud എന്നൊക്കെ ചില ട്രാൻസ്ലേഷനകത്തുണ്ട്. ഇത് ആരെ വിളിച്ചെന്നറിയാമോ? He was Pharisees. very hard on a group. That group was Pharisees. ഈ ഫാരിസീസിനെ നോക്കിയേ, When you look through that Pharisees, അവരുടെ പ്രാർത്ഥന ഭയങ്കര ലെങ്തി പ്രയർ ആയിരുന്നു. they always have very long prayers. ആഴ്ച രണ്ട് ദിവസം ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. They usually take 2 times a week fasting. ഒരു വാക്കുണ്ട്, കരയും കടലും കടന്ന് അവർ ഗോസ്പൽ പറയാൻ പോവായിരുന്നു. They actually pass earth and sea, ocean in order to achieve souls. അവരുടെ തിയോളജി പറയാനായിട്ട് പോവായിരുന്നു. They actually go an extra mile to spread their theology. എല്ലാത്തിനും 10% കൊടുക്കുമായിരുന്നു. They usually give every tithing out of 1/10 of everything they achieve. നമ്മളോട് ചോദിച്ചാൽ പറയാം, അവരാണ് സ്പിരിച്വൽ അല്ലേ? When we are asked, we will tell, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, മിഷണറി വേല നടത്തുന്ന, ടൈത്ത് കൊടുക്കുന്ന, ഇതല്ലേ നമ്മുടെ ഗോഡ്ലിനെസിന്റെ അടയാളം എന്ന് പറയുന്നത്? if we are asked that type of group, we consider that super spiritual. വാസ്തവത്തിൽ കർത്താവ് അവരെ പ്രശംസിച്ച് പറയേണ്ടതല്ലേ? Jesus doesn't he need to praise that group? ഒറ്റ വാക്കുപോലും പറഞ്ഞില്ല. But Jesus never mentioned any appraisal towards that group. കർത്താവ് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? റിലീജിയോസിറ്റി ഇൻ ഇറ്റ്സെൽഫ് ഈസ് നോട്ട് സ്പിരിച്വാലിറ്റി. Amen. He pointed at them and said, religiosity in itself is not spirituality. നമ്മൾ ആത്മീയത എന്ന് പറയുന്നത് ചർച്ചിൽ പോവുക, പ്രാർത്ഥിക്കുക, പ്രസംഗിക്കുക, പാട്ടുപാടുക, ഉപവസിക്കുക, ടൈത്ത് കൊടുക്കുക, ഗോസ്പൽ ലിറ്ററേച്ചർ കൊടുക്കാൻ പോവുക, ഇതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ഡെഫിനിഷൻ. യേശു പറയാ നോ. We usually define spirituality in certain way. Pray, give tithe, take fasting, and distribute some tracts. That is the measurement of our spirituality. But Jesus was clearly saying that's not.
ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, കർത്താവ് പീറ്ററിനോടും ജോണിനോടും ഒക്കെ ചോദിക്കുക, നിങ്ങൾക്കറിയാവുന്ന 5 ആത്മീയരുടെ പേര് പറയാൻ പറഞ്ഞാൽ അവർ ആരുടെ പേര് പറയുമായിരുന്നു? I was thinking that if Jesus was asking to Peter or John, you can you mention 5 of the super spiritual persons? Whom will they tell? ഈ 5 പരീശന്മാരുടെ പേര് പറയും, ശരിയാണോ? They usually might mention these top 5 Pharisees. പക്ഷെ കർത്താവ് ഹൃദയത്തെ നോക്കിയിട്ട് പറയുകയാണ്, ഇവനൊന്നും ആത്മീയനല്ല. But after looking into their heart, Jesus was very clearly pointing them out and said, they are not truly spiritual. ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവസഭയോട് ചോദിക്കട്ടെ, ഭക്തി നമ്മുടെ ഇന്റേണൽ മനുഷ്യനെ ബാധിച്ചിട്ടുണ്ടോ? Let me ask you very honestly, did godliness affect our internal man? എല്ലാവരോടും ചോദിക്കുക, ഭക്തി നമ്മുടെ അകത്തെ മനുഷ്യനെ സ്വാധീനിച്ചിട്ടുണ്ടോ? Is godliness affecting our internal man? ജീവിതത്തിൽ പ്രയാസം വരുമ്പം ആത്മീയമായിട്ട് പ്രതികരിക്കുന്ന എത്ര പേരെ നമുക്കറിയാം? When we ഒന്ന് കണക്ക് കൂട്ടാമോ? ആരും പറയണ്ട. ജീവിതത്തിൽ ക്രൈസിസ് വരുമ്പം ആത്മീയമായിട്ട് പ്രതികരിക്കുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം? When we face through certain difficulties, how many of us respond to that situation with spirituality in their minds? It is hard to find one. It is very hard to find at least one. ശരിയെന്നോ ഞാൻ പറഞ്ഞ കാര്യം? Is that അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിൽ പലരുടെയും ഭക്തി നമ്മുടെ അകത്തെ മനുഷ്യനെ ബാധിച്ചിട്ടില്ല. That's why I'm saying that many of us, our godliness didn't even affect our inner man. അങ്ങനെങ്കിൽ ഒരു റിയൽ ഭക്തിയുടെ 4 സൈൻസ് ഞാൻ പറയാം. And I would like to mention 4 signs of real godliness. നിങ്ങൾ 2 തിമത്തി ചാപ്റ്റർ 3 എല്ലാവരും വരാമോ? 2 തിമത്തി ചാപ്റ്റർ 3. Let us turn our attention to 2 Timotheus 3 അധ്യായം. ഒരു 4 കാര്യം പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ നിർത്താം. 4 things I would like to mention and then I'm going to stop. നിങ്ങൾ 3-ാമത്തെ അധ്യായത്തിന്റെ ആരംഭ വാക്യത്തിനകത്ത് ഒരു 19 ക്യാരക്ടറിസ്റ്റിക്സ് കാണാം. We can see in chapter 3, the beginning verses, 19 characteristics of certain people. അതിൻ്റെ നിങ്ങൾ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും അങ്ങനെ 19 കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ 5-ാമത്തെ വാക്യം കണ്ടോ, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി തിരിക്കുന്നവരുമായിരിക്കും. And then we can see in verse 5, holding to a form of godliness, although they have denied its power. എന്താ ഈ ഭക്തിയുടെ വേഷം എന്ന് പറഞ്ഞാൽ? What is the form of godliness? എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലാകുന്ന പോലെ വ്യാഖ്യാനിക്കാം. I would like to explain in a very simple way. എന്ന് പറഞ്ഞാൽ ആത്മീയതയുടെ ഡ്രസ്സിങ്ങും ഉണ്ട്, സ്വസ്നേഹമുണ്ട്. We have the clothing of spirituality, but still there is a self-love. നമുക്ക് ഭയങ്കര സ്പിരിച്വലാണ് പുറത്ത്, പക്ഷെ പണത്തോട് ഭയങ്കര സ്നേഹമായിരിക്കും. Outwardly, we are very spiritual, but we have the craving for the love of money. ഭക്തിയുടെ എല്ലാ വേഷം ഉണ്ടായിരിക്കും. അവസരം കിട്ടിയാൽ എന്ത് വ്യാജവും പറയും. We might wearing a cloth of godliness, but we may be boastful at any time. ഇങ്ങനെ ചുരുക്കി പറയാം, 19 കൂട്ട സ്വഭാവം ഉണ്ട് കൂടെ ഭക്തിയുടെ വേഷവും. എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവം വെച്ചുകൊണ്ട് പ്രസംഗിക്കും, ഈ സ്വഭാവം വെച്ചുകൊണ്ട് ട്രാക്ട് കൊടുക്കാനായിട്ട് പോകും, ഈ സ്വഭാവം വെച്ചുകൊണ്ട് ആഴ്ച 2 ദിവസം ഉപവസിക്കും, വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കും, ഈ സ്വഭാവം വെച്ചുകൊണ്ട് ടൈത്ത് കൃത്യമായിട്ട് കൊടുക്കും. പക്ഷെ കർത്താവ് പറയുക, ദൈവാത്മാവ് പറയുക, എന്താ പറയുന്നേ? ഭക്തിയുടെ വേഷം. We can see all the characteristics, the clothing of godliness, but and they actually, though they are wearing a spiritual clothing, but they have all these characteristics. To that group he is saying, holding a form of godliness, although they have denied its power. വാസ്തവത്തിൽ 1-ാമത്തെ ട്രൂ ഗോഡ്ലിനെസിന്റെ സൈൻ എന്നറിയാമോ? What is the true sign of the first sign of godliness? It is transformative. It is transformative. എന്ന് പറഞ്ഞാൽ രൂപാന്തരം വരുത്തുന്നില്ലെങ്കിൽ, എൻ്റെ പുറമേ ഉള്ള സ്പിരിച്വൽ ആക്ടിവിറ്റീസ് എൻ്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുന്നില്ലെങ്കിൽ അത് ഭക്തിയുടെ ലക്ഷണമേ അല്ല. If the spirituality doesn't produce a true transformation, then that clothing of spirituality is not at all a true spirituality. ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ ഭക്തി റിയൽ ആണോ എന്നറിയാൻ അത് നമുക്ക് രൂപാന്തരം വരുത്തുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി.
let us examine ourselves whether our godliness is true. We should think and examine, do we have a transformation by godliness? എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ എൻ്റെ ഭക്തി ഫേക്കാണ്. മനസ്സിലാവുന്നു? If I am not being transformed to any extent, my godliness is a fake godliness. ഈ അത് വിവരിക്കാനായിട്ട് അല്പേറെ കാര്യമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അങ്ങ് പറഞ്ഞു വിടാം. ഓരോ ദിവസം കഴിയും തോറും എൻ്റെ അകത്തെ മനുഷ്യനിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നില്ലെങ്കിൽ ഞാൻ ചർച്ചിൽ പോകുന്നതും ഞാൻ പാട്ട് പാടുന്നതും ഞാൻ പ്രസംഗിക്കുന്നതും ഞാൻ ഗോസ്പൽ ട്രാക്ട് കൊടുക്കാൻ പോകുന്നതും വെറും വേഷം മാത്രമാണ്. ഭക്തിയുടെ ഒന്നാമത്തെ സൈൻ എന്നുള്ളത് ഇറ്റ് ഈസ് ട്രാൻസ്ഫോർമേറ്റീവ്. Amen. Whatever we do externally, and if we do not have a true internal transformation every day, then all the activities are useless, and that is just a form of godliness. നിങ്ങൾ വായിച്ച വാക്യത്തിനകത്ത് ഭക്തിയുടെ വേഷം ധരിച്ച അതിന്റെ ശക്തി എന്നൊരു വാക്കുണ്ടോ? ശക്തി. We can see wearing a form of godliness but rejecting its power. ആ ശക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭക്തിക്ക് ഒരു ശക്തി ഉണ്ടെന്ന മീനിങ്. ആ ശക്തി എന്ന വാക്കിന്റെ അർത്ഥം there is an inherent power in godliness. Amen. We can see that there is an inherent power in godliness. അതിന്റെ മറ്റൊരർത്ഥം power residing in something because of its nature. Amen. Hallelujah. ട്രൂ ഗോഡ്ലിനെസ്സിന് എന്നാ ഉണ്ടെന്ന് അറിയാമോ? അതിനകത്ത് തന്നെ ശക്തിയുണ്ട്. True godliness has its own strength inside. അതുകൊണ്ട് activity in itself is not godliness. Amen. So we can conclude activity in itself is not true godliness. നമുക്ക് നമ്മളോട് ചോദിക്കുക, ഒന്നാമത്തെ മാർക്ക് Hallelujah. നമ്മൾ ദൈവഭയം ഉള്ളവരാണോ? Hallelujah. ഉണ്ടെങ്കിൽ തിരുവെടുത്ത് പറയുന്ന ഫസ്റ്റ് മാർക്ക് നമ്മിൽ കാണും. ഇറ്റ് ഈസ് ട്രാൻസ്ഫോർമേറ്റീവ്. Are we truly carrying the fear of God? If we have a fear of God, then we will always have an internal transformation. ഇനി അതിന്റെ 10ാമത്തെ വാക്യം നോക്കിയാൽ 3:10. Let us look into verse 10. അത് മറ്റൊരു പാരഗ്രാഫായിട്ടാണ്. നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം. അവിടെ 10 കാര്യം പറഞ്ഞിട്ടുണ്ട്. 10 കാര്യം. We can see Paul exhorting Timothy 10 virtues he can follow from his teaching. അതിൻ്റെ 11ാമത്തെ വാക്യത്തിനകത്ത് ഒരു പ്രയോഗമുണ്ട്. 10ാമത്തെ 10 തീരുന്ന ഇങ്ങനെയാണ്. ഇതെല്ലാം നീ കണ്ടറിഞ്ഞിരിക്കുന്നു എന്ന് തിമോത്തിയോസിനോട് പോൾ പറയുകയാണ്. ഈ 10 വെർച്യൂസ് എന്നിലുള്ളത് നീ കണ്ടറിഞ്ഞിരിക്കുന്നു. Paul was exhorting Timothy that all these 10 virtues you saw in me. നമ്മളെല്ലാവരും പറയുന്നത് എന്നാണെന്നറിയാമോ? എന്നെ നോക്കണ്ട, കർത്താവിനെ നോക്കിയാൽ മതി. അതല്ലേ നമ്മുടെ സ്ഥിരം പരിപാടി. We usually tend to say that do not look upon me but look Christ. പണ്ടൊരാൾ പറഞ്ഞെന്നാ കേട്ടോ, ഞങ്ങളുടെ അച്ഛൻ എപ്പോഴും സ്റ്റേജിലാണേ നല്ലതാന്ന്. മനസ്സിലായോ? One time a person mentioned that when a person is standing on the stage, he is really good. ഇവിടെ 10 കാര്യമുണ്ട്. എണ്ണി നോക്കിക്കോ. എനിക്ക് പറയാൻ സമയമില്ല. ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത, തൊട്ടുതാഴെ, ഉപദ്രവം, സഹനം, അങ്ങനെ 10 കാര്യം പോൾ എഴുതിയിട്ട് പറയുകയാണ്. ഇതെല്ലാം തിമോത്തിയോസേ നീ കണ്ടറിഞ്ഞിരിക്കുന്നു എന്നിൽ. Hallelujah. Here Paul was exhorting Timothy by showing that you already saw these 10 virtues in me. അങ്ങനെയെങ്കിൽ ട്രൂ ഗോഡ്ലിനെസിന്റെ 2ാമത്തെ സൈൻ എന്നാണെന്നറിയാമോ? Then the second sign of true godliness is ഇറ്റ് ഈസ് സ്ക്രൂട്ടനൈസബിൾ. it is examinable or it is scrutinable. എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആൾക്കറിയാം, അല്ലെങ്കിൽ വീട്ടിലെ ഭാര്യക്കറിയാം, വീട്ടിലെ മക്കൾക്കറിയാം, അടുത്തിടപെടുന്ന ആൾക്കറിയാം ഇവൻ ഭക്തനാണോ അല്ലയോ എന്നുള്ള കാര്യം. മനസ്സിലാവുന്നോ? It's exactly inside our house or anyone who is intimately interacting with us, they clearly know whether we have a true godliness. ഇങ്ങനെ പറഞ്ഞ അതുകൊണ്ട് വിടാം. ട്രൂ ഗോഡ്ലിനെസ് ഈസ് ഓൾവേസ് സബ്ജക്ട് ടു scrutiny, and when it's scrutinized it will be found that it is genuine and real. Amen. True godliness is always easy to പുറമെ യോഗത്തിന് പോകുന്നതിനെ കണ്ടാൽ എല്ലാരും പറയും ഭക്തനാണെന്ന്. ശരിയല്ലേ? പ്രസംഗിക്കാൻ പോകുന്നതിനെ കണ്ടപ്പോൾ അയ്യോ പുള്ളി എന്നാ പ്രസംഗമാണെന്നറിയാമോ? ഇല്ല. യഥാർത്ഥ ഭക്തി സ്ക്രൂട്ടനൈസ് ചെയ്യാം. കൂടെ നടക്കുന്നവൻ പറയും അവൻ്റെ ജീവിതം ക്ലിയർ ആണ്, അവൻ്റെ ഉപദേശം ക്ലിയർ ആണ്, അവൻ്റെ വിശ്വാസം ക്ലിയർ ആണ്, അവൻ്റെ സഹനം ക്ലിയർ ആണ്, അവൻ്റെ കഷ്ടത ക്ലിയർ ആണ്. ട്രൂ ഗോഡ്ലിനെസ് ഈസ് ഓൾവേസ് സ്ക്രൂട്ടനൈസബിൾ. Amen.
True godliness is always able to examine and it will always prove that it is genuine. നമ്മുടെ സ്വഭാവവും നമ്മുടെ ഇടപാടും സ്ക്രൂട്ടണൈസ് ചെയ്താൽ നമ്മൾ ഭക്തരാണോ? When we are ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ട്രാൻസ്ഫോർമേറ്റീവ്, Amen. സെക്കൻഡ് ഇറ്റ് ഈസ് സ്ക്രൂട്ടനൈസബിൾ. And first godliness virtue is it is godliness characterized by it is examinable. The first sign is it is transformative. Amen. The second sign is it is scrutinizable. Amen. First virtue is it is examinable and transformative. These are the two things. അകത്ത് ഭക്തി ഉണ്ടെങ്കിൽ പുറത്ത് സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കും. If we are having an internal godliness, then there is a transformation. Our virtue will be different. ഇങ്ങനെ ചോദിച്ചു വിടാം, നമുക്ക് ഹോളിനെസ്സിനോട് സ്നേഹമുണ്ടോ? Do we truly love holiness? നമുക്ക് റൈച്ചസ്നെസ്സിനോട് സ്നേഹമുണ്ടോ? Do we truly നമുക്ക് desire? കർത്താവിനോട് സ്നേഹമുണ്ടോ? Do we truly crave? നമുക്ക് for Jesus? തിരുവഴുത്തിനോട് സ്നേഹമുണ്ടോ? Do we really നമുക്ക് love ആത്മീയത scripture? നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? Is spirituality is a part of my lifestyle? രണ്ടു കാര്യം കിട്ടിയോ? Hallelujah. മൂന്നാമത്തേത്, ഇത് എപ്പോഴേലും ഞാൻ വിവരിക്കാം, വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് വിവരിക്കാം ദൈവം അനുവദിച്ചാൽ. Second thing, third thing. അവിടെ ഒരു കാര്യം കണ്ടു ഞാൻ, നീ കണ്ടറിഞ്ഞിരിക്കുന്നെന്നാ തിമോത്തിയോസിനോട് പറഞ്ഞു. നീ കണ്ടറിഞ്ഞിരിക്കുന്നു. And Paul was telling Timothy, you already saw all these virtues in me. ഇനി 13-ാമത്തെ വാക്യം നോക്കിയേ. And the verse 13. 12. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം. ഉപദ്രവങ്ങളുണ്ട്. അങ്ങനെങ്കിൽ മൂന്നാമത്തെ സൈൻ ഓഫ് ഗോഡ്ലിനെസ് എന്നാണെന്നറിയാമോ? ട്രൂ ഗോഡ്ലിനെസ് ഈസ് സബ്ജക്റ്റ് ടു പെർസിക്യൂഷൻ. And the third one is true godliness is subjected to persecution. എന്ന് പറഞ്ഞാലേ ഒരു യഥാർത്ഥ ഭക്തനാണെങ്കിൽ അവൻ എല്ലായിടത്തു നിന്നും ആത്മീയ തലങ്ങളിൽ പ്രയാസം ഉണ്ടായിരിക്കും. If we tend to live a godly life in spiritual world, they will always face persecution from every side. ലോകത്തിന്റെ സിസ്റ്റത്തിന് 100% എതിരാണ്. That persecution first will come from the worldly pattern. ആത്മീയരെന്ന് പറയുന്നവർ പോലും യഥാർത്ഥ ഭക്തനെ വിടുകയോ അവന്റെ ഒരു ഭക്തി കണ്ടില്ലെന്നും പറഞ്ഞ് പുറകെ ആക്രമിക്കാൻ പോകും. Even inside the spiritual world also people will attack a person if he tries to live a true spiritual life. ഞാൻ ആത്മീയനായിട്ട് ജീവിച്ചിട്ട് യാതൊരു പ്രയാസം ഉണ്ടാകുന്നില്ലെങ്കിൽ ഭക്തി പരിശോധിക്കണം. If you are not suffering any persecution when you live a truly godly life, then you need to examine your spiritual life. True godliness is always subject to persecution. True godliness is always subjected to ഇങ്ങനെ persecution. പറയാം, it is persecutable, Amen. Hallelujah. transferable, transformative, Amen. scrutinable, Amen. Stotram. persecutable. അങ്ങനെ വല്ലതും നമുക്കുണ്ടായിട്ടുണ്ടോ? Amen. നമ്മളോട് ഒരാൾ ചോദ്യം ചോദിക്കുക, ആർ യു എ ട്രൂലി സ്പിരിച്വൽ എന്നൊരാൾ ചോദിച്ചാൽ യെസ് എന്ന് ആൻസർ പറഞ്ഞാൽ ഈ കാര്യം നമ്മിൽ ഉണ്ടോ നോക്കിയാൽ മതി. If when we are asked, are you truly a spiritual person, then we need to examine, do we have truly a transformation in us? Are we able to scrutinize or examine at any point of time? And are we suffering any persecution? ആരും പറയരുത് ഒരാത്മനിറവും ഇല്ലാത്ത പ്രസംഗമാണ് ഞങ്ങളുടെ ഉപദേശി പറഞ്ഞെന്ന് പറയരുത് കേട്ടോ. Hallelujah. Do not complain, it is not a spiritual message. Hallelujah. വളരെ വളരെ വേദനയോടെ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞാൻ ഈ വേദഭാഗം വായിക്കുമായിരുന്നു. Hallelujah. I was going with പലവിധമായ പ്രയാസങ്ങളിലൂടെ ദൈവസഭ കടന്നു പോയപ്പം ഞാൻ എൻ്റെ കണ്ണ് നിരവധി പ്രാവശ്യം നിറഞ്ഞ് കവിഞ്ഞിട്ടാണ് ഞാൻ ഈ പുൽപ്പിറ്റിൽ നിൽക്കുന്നത്. നിരവധി പ്രാവശ്യം. Hallelujah. I cried several days and then only I'm standing on this pulpit. ഈവൻ ഇന്ന് 9 o'clock വരെ ഞാൻ ഈ തിരുവെഴുത്തിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും നടക്കുമായിരുന്നു. Even today morning till 9 o'clock also I was meditating upon this verse. ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ട് ഭക്തനാവണമെന്നില്ല. If I preach, it doesn't mean that എൻ്റെ I'm a ഭക്തി godly person. സ്ക്രൂട്ടനൈസബിൾ ആണ്. My godliness should be എൻ്റെ ചർച്ചുകാർക്ക് ഞാൻ ഭക്തനാണെന്ന് പരിശോധിച്ച് അവർ കണ്ടെത്തേണ്ടതാണ്. Church members should examine or scrutinize me to examine whether my godliness is true. ലാസ്റ്റ് 15-ാമത്തെ കാര്യം Last തിമോത്തിയോട് 4-ാമത്തെ കാര്യം 15-ാം വാക്യം fourth verse. തിമോത്തിയോട് പോൾ പറയുന്ന കാര്യമാണ്. 15-ാം വാക്യം നോക്കിയേ. 2 തിമോത്തി, ബാല്യം മുതൽ അറിയുകയും അതിൻ്റെ തൊട്ടിൽ മേള് മുതൽ നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. വാക്യം കണ്ടോ?
We can see, continue in the things you have learned and become convinced of, knowing from whom you have learned them, and that from childhood you have known the sacred writings. നാലാമത്തെ സൈൻ എന്നാന്ന് പറയാം, ട്രൂ ഗോൾഡിനെസ് ഈസ് സബ്ജക്ട് ടു ദ ഇൻസ്പയർഡ് വേർഡ്. Amen. True godliness. യഥാർത്ഥ ഭക്തി ദൈവവചനത്തിൽ നിലനിൽക്കുന്ന ഭക്തിയായിരിക്കും. True godliness is always subjectable to the word of God. അങ്ങനെയല്ല വാക്യം, നീ പഠിച്ചു നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. And that's what we can see. Stand firm, whatever you have learned and become convinced of. പ്രിയപ്പെട്ടവരെ, ഈ ബാഹ്യമായ ഭക്തിയുള്ള പലരോടും അടുത്താൽ മതി, അവർക്ക് ദൈവത്തോടും ദൈവവചനത്തോടും യാതൊരു ബന്ധവുമില്ല. When you interact with people which they do not have true transformation, then we can see their truly spiritual nature. എന്നാൽ ട്രൂ ഗോൾഡിനെസ് എന്നാണെന്നറിയാമോ? തൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നതാണ് ട്രൂ ഗോൾഡിനെസ്. But true godliness is whoever is standing firm in the faith of the scripture. ഇങ്ങനെ പറയാമോ, ഒരു യഥാർത്ഥ ഭക്തന്റെ പ്രമാണം എന്നാണെന്നറിയാമോ? തിരുവെഴുത്താണ്. Truly a man of God, his base is always scripture. ദൈവവചനം അനുസരിച്ചുള്ള ജീവിതമാണ് യഥാർത്ഥ ഭക്തിയുള്ള ജീവിതം. A life based off of scripture is a truly spiritual life. 4 കാര്യം ഓർത്ത്, എന്താ ഗോൾഡിനെസ്? മറ്റേ സെക്കൻഡ് മീറ്ററിൽ ചില കാര്യം പറയാനായിട്ടുണ്ട്. ഇന്ദ്രിയജയം ഭക്തിയിലേക്ക് വരണം. ഭക്തി ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? 1, ട്രാൻസ്ഫോർമേറ്റീവ് ആയിരിക്കും അത്. 2, അത് സ്ക്രൂട്ടനൈസബിൾ ആയിരിക്കും. 3-മത്തേത് അത് പെർസിക്യൂട്ടബിൾ ആയിരിക്കും. 4-മത്തേത് ഇറ്റ് ഈസ് ഓൾവേസ് സബ്ജക്ട് ടു ദ ഇൻസ്പയർഡ് വേർഡ്. We need to examine when we have increased the godliness after having the knowledge of God. We need to examine whether our spirituality is making any transformation in me, or whether that godliness is scrutinizable or examinable in me, or whether that godliness is producing some persecution for me. And also the 4th one, whether that godliness is subject to the scripture. ഒരു ചോദ്യം ചോദിച്ചു നിർത്തുക. ആർ യു truly spiritual? Let me ask you a question before concluding. Are you truly spiritual? If your answer is yes, you have to demonstrate these 4 qualities in your life. If your answer is you are truly spiritual, then you need to demonstrate these 4 virtues. Amen, amen, amen. Amen. എഴുന്നേറ്റ് ഒരു പാട്ട് പാടി